എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഒരുപാട് മനപ്രയാസമുണ്ടാക്കുന്ന, ഒരുപാട് വേദനിക്കുന്ന പ്രശ്നമാണ് പലരും നമ്മളെ മറ്റു പലരുമായിട്ട് കമ്പയർ ചെയ്യുക. നമ്മൾ തന്നെ നമ്മളെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നമുക്ക് അത്രയും പറ്റുന്നില്ല, എന്നെക്കൊണ്ട് കഴിയുന്നില്ല എന്ന് പറഞ്ഞ് നമുക്കൊരുപാട് വേദന നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമുക്കവിടെ ഈ താരതമ്യം നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ ജോയസ് ആയിട്ടുള്ള ലൈഫ് മുഴുവനും സ്റ്റീൽ ചെയ്യപ്പെടുക, നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ലൂസിഡ് ഡ്രീം വഴി നമ്മളിത് ചെയ്യുവാണെങ്കിൽ ഈ കമ്പാരിസണ്, അപ്പോൾ അവിടെ നമുക്ക് വേദന അനുഭവിക്കാതെ നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് മനസ്സിന് നമുക്ക് പ്രോഗ്രാം ചെയ്തെടുക്കാം. നമുക്ക് മറ്റുള്ളവരെ കഴിഞ്ഞ് മെച്ചമാകാനായിട്ട്, പിന്നെ നമുക്ക് മറ്റുള്ളവരെ കഴിഞ്ഞും വളരെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റുന്നു. അങ്ങനെ നമുക്ക് ഒരുപാട് പ്രാവശ്യം നമുക്ക് ലൂസിഡ് ഡ്രീമിങ്ങിനകത്ത് നമ്മളെ പ്രോഗ്രാം ചെയ്ത് അതിൻ്റെ എല്ലാ സുഖങ്ങളും നമുക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുക. കമ്പാരിസണിലൂടെ നമുക്ക് സെൽഫ് അക്സെപ്റ്റൻസ്, അങ്ങനെ നമുക്കൊരു ഇന്നർ കോൺഫിഡൻസ്, അപ്പോൾ നമുക്ക് നമ്മളെ തന്നെ വളരെ ക്ലോസിലി നമ്മളെ ഇഷ്ടപ്പെടാൻ തുടങ്ങുകയാണ്. നമുക്ക് നമ്മളോട് വലിയ റെസ്പെക്റ്റ് വരികയാണ്. കാരണം നമ്മൾ വളരെ പലരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴൊക്കെ വളരെ വളരെ ഉയരത്തിലേക്ക് അപ്പോൾ നമുക്ക് ലൂസിഡ് ഡ്രീമിങ്ങിനകത്ത് നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ നമുക്ക് മറ്റുള്ളവരുടെ ഷാഡോ ആയിട്ട് നിൽക്കേണ്ട കാര്യമില്ല. നമുക്ക് സ്വന്തം ലൈറ്റ്, സ്വന്തം പ്രകാശം നമുക്ക് കാണാനായിട്ട് കഴിയുക. നമുക്ക് ലൂസിഡ് ഡ്രീമിങ്ങിനായിട്ട് പറ്റും. സോഷ്യൽ മീഡിയയിലൊക്കെ പലപ്പോഴും നമ്മൾ മിറർ ചെയ്ത് ഡിസ്റ്റോർട്ട് ചെയ്ത് നമ്മുടെ ഡ്രീമൊക്കെ വളരെ തകർന്നു പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അതിന് പകരം നമുക്ക് സോഷ്യൽ മീഡിയ അവിടെ നിൽക്കട്ടെ, അതിന് പകരം നമുക്ക് ലൂസിഡ് ഡ്രീമിങ് നല്ലതുപോലെ പഠിച്ചിട്ട് നമ്മളുടെ സക്സസ് നമുക്ക് എല്ലാ ദിവസവും കണ്ട് നമ്മൾ ഹർട്ടാകുന്നതിന് പകരം, നോർമലി നമ്മൾ ലൈഫിൽ ഹർട്ടാകുന്നതിന് പകരം നമ്മൾ അവിടെ അതിനകത്ത് ഒരുപാട് ക്ലാപ്പ് വാങ്ങിക്കുകയാണ്, അപ്ലോസ് വാങ്ങിക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ കമ്പയർ ചെയ്യുന്നതിന് പകരം നമ്മളവിടെ വിജയങ്ങൾ കാണുകയാണ്. അപ്പോൾ എപ്പോഴും ഒരു സെൽഫ് അക്സെപ്റ്റൻസിൻ്റെ ഒരു ജേണി അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും വളരെ വൈസായിട്ട് എനിക്കിതിലും കൂടുതൽ പോകാൻ പറ്റുന്നു. പിന്നെ സമൂഹം മുഴുവനും നമ്മളെ കമ്പയർ ചെയ്ത് നമ്മളെ അനുമോദിക്കുക, നമ്മുടെ കഴിവുകളെ നമ്മളെ മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്ത് നമ്മളെ ഡൗൺ ചെയ്യുന്നില്ല. നമ്മുടെ മനസ്സ് നമ്മളോട് കള്ളം പറയുന്നില്ല. നമ്മുടെ സോളിൽ നിന്ന് തന്നെ നമുക്ക് ട്രൂത്ത് വരുന്നു, സന്തോഷം വരുന്നു. കാരണം നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ വീണ്ടും വീണ്ടും എല്ലാ ദിവസവും വീണ്ടും വീണ്ടും പ്ലാൻ ചെയ്ത്, ഇത് നിങ്ങൾ പ്രത്യേകമായിട്ടും ക്രിയേറ്റീവായിട്ടൊക്കെ ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സിനിമയിൽ അഭിനയിക്കണമെന്നോ അഭിനയ കലകളിലൊക്കെ നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രാവശ്യം നിങ്ങളുടെ മനസ്സിലിട്ട് നിങ്ങൾക്കിതിനെ റിഹേഴ്സ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഡ്രീമിൽ വെച്ചിട്ട് നിങ്ങളെ ബിൽഡ് ചെയ്യാം. നിങ്ങളെ അവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് ചെയ്യാം, നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ നമ്മുടെ ആകാശത്ത് നമുക്ക് പറന്നുയരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, പറന്നുയർന്ന് നമുക്ക് സ്റ്റാറുകളെ പോലെ ഇല്ല സ്റ്റാറുകളുടെ ഇടയ്ക്കെത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ, അങ്ങനെ നമുക്ക് ഷൈൻ ചെയ്യാൻ പറ്റുമ്പോൾ നമ്മൾ എന്തിനു ദുഃഖിച്ചിരിക്കണം? അപ്പോൾ ഇതിനെക്കുറിച്ചൊരു പഠനം വിസ്കോസിനി യൂണിവേഴ്സിറ്റി മാഡിസൺ, അവിടെ സ്റ്റീഫൻ ലാംബർജ് എന്ന് പറഞ്ഞ സ്കോളർ 1985 US-ലാണത്. അപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ ഒരു കണ്ടെത്തലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ലൂസിഡ് ഡ്രീം വഴി നമുക്ക് വേരിയബിളായിട്ടുള്ള സ്റ്റേജസ് ഫോർ കോഗ്നിറ്റീവ് ആൻഡ് ബിഹേവിയറൽ അഡ്വാൻസ്മെൻറ്റ്, നമ്മുടെ സ്വഭാവത്തിലും ബൗദ്ധികമായിട്ടും ചിന്താധാരകളിലും ഒക്കെയുള്ള നമ്മുടെ കഴിവുകളെ ഒരുപാട് മടങ്ങ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പബ്ലിഷ് ചെയ്തിട്ടുള്ള റിസർച്ചിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് അദ്ദേഹത്തെക്കുറിച്ചുള്ള കൂടുതൽ പഠിച്ചിട്ട് വേണം നോക്കാം. അപ്പോൾ മറ്റുള്ളവരുടെ പാത്ത് വിജയികളുടെ പാത്ത് നമുക്ക് കോപ്പി ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മളുടെ ഐഡൻറ്റിറ്റിക്ക് പകരം അതിനെ റീകൺസ്ട്രക്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു വിജയിയുടെ ഐഡൻറ്റിറ്റി നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളുടെ ഡ്രീം എപ്പോഴും നിങ്ങളുടെ സീക്രട്ടാണ്. പ്രൈവറ്റ് സ്റ്റേജിൽ നിങ്ങൾ യുണീക്ക് റോളുകൾ എല്ലാ ദിവസവും നിങ്ങൾ അഭിനയിക്കുകയാണ്. അപ്പോൾ ഈ കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ എപ്പോഴും ടോക്സിക്കാണ്. അപ്പോൾ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമാണ്. പക്ഷേ അതിന് പകരം നമുക്ക് ഇതിനകത്തിരുത്തിട്ട് നമ്മൾ ലൂസിഡ് ഡ്രീമിങ്ങിനകത്തിട്ട് നമ്മൾ വളരെ വളരെ മുന്നേറിപ്പോകുന്നതായിട്ട്, ഞാനെപ്പോഴും വളരെ മുന്നിലാണ്. അപ്പോൾ നിങ്ങൾ ടൈം ലൈനിൽ എഹെഡാണ്, ഫ്രണ്ട് ലൈനിലാണ് എന്ന് നമുക്ക് പറഞ്ഞുകൊണ്ട്, അപ്പം ഡ്രീം നമ്മുടെ ഫ്യൂച്ചറിനെ നമുക്ക് കാണിച്ചു തരും. അപ്പോൾ ഇപ്പോൾ ഇത് കണ്ടിട്ട് ചില ആൾക്കാർ ഇത് കഴിയുമോ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും.
വേറെ യൂട്യൂബുകൾ ഇതിനൊക്കെ സംബന്ധിച്ചുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ എടുത്ത് നോക്കി നിങ്ങൾക്കത് മനസ്സിലാക്കിയതിന് ശേഷം ഇപ്പം ഞാൻ വളരെ ഫാസ്റ്റായിട്ടൊരു വലിയൊരു ഗ്രൂപ്പിനെ ഇത് ഓൺലൈനിൽ എടുത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ ഏത് രാജ്യത്തുള്ളതാണേലും ഏത് സമയമുള്ള ആൾക്കാർക്കാണേലും നമുക്ക് അതിനകത്ത് കയറാനായിട്ട് പറ്റും. അതിനകത്ത് കയറിയിരുന്ന് ഞാൻ ഓൺലൈനിൽ തന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു തിയറി പാർട്ടൊക്കെ ഇതിപ്പോൾ ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നിരിക്കുന്നത്, എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാനും പുതിയ ആൾക്കാർക്കൊക്കെ ഇത് മനസ്സിലാക്കാനും വേണ്ടിയിട്ട്. പക്ഷേ ഇത് കൂടാതെ ലേണിങ്ങിനകത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ തിയറി പാർട്ടും അതെങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കെടുത്ത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അപ്പോൾ അവിടെ നമുക്ക് ഈ മറ്റുള്ളവരുടെ അപ്രൂവൽ നിങ്ങൾ തേടേണ്ട കാര്യമേ ഇല്ല. നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് നഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല. അതിന് പകരം നിങ്ങൾക്ക് 100 ഇരട്ടി സെൽഫ് റെസ്പെക്റ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുകയും സ്വയം അപ്രൂവലും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് സ്വപ്നത്തിൽ കാണാം നിങ്ങൾക്ക് ഒരുപാട് അപ്രൂവൽ കിട്ടുന്നതായിട്ടും അതിൻ്റെ സന്തോഷത്തെ നിങ്ങൾ ഷൗട്ട് ചെയ്യുന്നതായിട്ടോ വിസ്പർ ചെയ്യുന്നതായിട്ടോ. അപ്പോൾ നിങ്ങൾ ആരുടെയും പിന്നിലല്ല, എല്ലാവരുടെയും മുന്നിൽ തന്നെയാണ്. അങ്ങനെ നിങ്ങൾക്കത് ഡ്രീമിനകത്ത് നിങ്ങൾക്ക് പ്ലാന്റ് ചെയ്യാം. ആ കോൺഫിഡൻസിൻ്റെ സീഡുകൾ അത് സബ് കോൺഷ്യസ് മൈൻഡിൽ പ്ലാന്റ് ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും നല്ല വിത്തുകൾ നല്ല കൃഷിയിടത്തിടുന്ന പോലാണ്. അത് പെട്ടെന്നും മുളച്ചു പൊങ്ങി സാഹചര്യങ്ങളും സൂര്യപ്രകാശവും വളമെല്ലാം അതിനെ പെട്ടെന്ന് വളർത്താനായിട്ട് അതൊരു റിയാലിറ്റി ആയിട്ട് മാറും. അപ്പോൾ നമ്മളിത് സ്ഥിരമായിട്ട് കുറേ നാളുകൾ നമ്മളിത് ചെയ്യുമ്പോൾ നിങ്ങളുടെ രംഗം എവിടെയുമായിട്ട് രാഷ്ട്രീയമായിക്കോട്ടെ, ലീഡർഷിപ്പ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ നിങ്ങളുടെ സിനിമാ രംഗമായിക്കോട്ടെ, കലാപരമായിക്കോട്ടെ, ജോലിയായിട്ട് ബന്ധപ്പെട്ടതായിക്കോട്ടെ, ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടതായിക്കോട്ടെ, ഫോർ എനിത്തിങ് നിങ്ങൾക്ക് നിങ്ങളുടെ ആ പെർഫോമൻസ് താരതമ്യം ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് നമുക്ക് ഇനോർമസ് ആയിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ട് ഈ കമ്പാരിസൻ്റെ ചെയിനുകൾ നിങ്ങളെ കെട്ടിയിടത്തില്ല. നിങ്ങൾ ആബ്സല്യൂട്ടായിട്ട് അത് ബ്രേക്ക് ഫ്രീ ആക്കിക്കൊണ്ട് നിങ്ങൾക്കൊരു ഈഗിളിനെ പോലെ ഒരു പരുന്തിനെ പോലെ ആകാശത്തിലോട്ട് പറന്നുയർന്ന് നിങ്ങൾക്ക് പോകാനായിട്ട്. കാരണം ബിക്കോസ് നിങ്ങളൊരു യുണീക്ക്ലി ഡിസൈൻഡ് ആണെന്നുള്ളത് നിങ്ങൾക്ക് ഈ ലൂസിഡ് ഡ്രീമിങ്ങിനകത്ത് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതൊരു 10-30 ദിവസം കൊണ്ടൊക്കെ നിങ്ങൾക്കത് നന്നായിട്ട് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. പിന്നെ അതൊരു 90 ദിവസമൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് സമാനതകളില്ലാതെ നമ്മുടെ എല്ലാ മൈൻഡ് പ്രോഗ്രാമിങ്ങും റീപ്രോഗ്രാമിങ് ടെക്നോളജിയും മെത്തേഡും എല്ലാം നമുക്ക് ലൂസിഡ് ഡ്രീമിങ്ങിനകത്ത് വെച്ച് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഡ്രീമിനെ നമുക്ക് റിഹേഴ്സ് ചെയ്യാം, സെൽഫ് ലവ് നമുക്ക് റിഹേഴ്സ് ചെയ്യാം. അപ്പോൾ ലൈഫിൽ നമുക്കത് പെർഫോം ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് മറ്റുള്ളവരുടെ ഹൈലൈറ്റ്സ് കാണുമ്പം അതിൽ കഴിഞ്ഞ് മെച്ചമാക്കിയിട്ട് നമുക്ക് സ്വപ്നത്തിൽ നമ്മളെ സൃഷ്ടിച്ച് അതിനെ കഴിഞ്ഞ് വളരെ മെച്ചമാകാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളോടുള്ള അക്സെപ്റ്റൻസ്, അതുപോലെ തന്നെ നിങ്ങളെപ്പോഴും റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപാരമായ ജീനിയസ് ആയിരിക്കും. അപ്പോൾ നിങ്ങളൊരു ഡ്രീം ഒരു ഉപബോധ മനസ്സിൻ്റെ ഒരു നിങ്ങളിൽ ഏറ്റവും ബെസ്റ്റ് വേർഷൻ നിങ്ങൾ കണ്ട് നിങ്ങളുടെ ജലസിയൊക്കെ കരിഞ്ഞു പോയിട്ട് നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ്സൊക്കെ എപ്പോഴും നിൽക്കുവാണ്. കോടിക്കണക്കിന് പ്രാവശ്യം ഗ്രാറ്റിറ്റ്യൂഡ് മനസ്സിൽ കൂടെ കടന്നു പോകുന്നു. അപ്പം സ്കില്ലുകൾ അങ്ങനെ ഡെവലപ്പ് ചെയ്ത് നിങ്ങൾ സ്വയം അക്സെപ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് പൂർണ്ണമായും നിങ്ങളിലെ ഒറിജിനാലിറ്റീനെ ഫീൽ ചെയ്തുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആരുടെയും വാലിഡേഷൻ ആവശ്യമില്ല എങ്കിൽ പോലും നമ്മൾ സ്വപ്നത്തിൽ വെച്ച് ഒരുപാട് പേരെ കൊണ്ട് നമ്മൾ വാലിഡേറ്റ് ചെയ്യിക്കുന്നുണ്ട്. കാരണം എല്ലാ ജനങ്ങളും നമ്മളെ അനുമോദിക്കുകയും ആശീർവദിക്കുകയും നമ്മളെ ഫോളോ ചെയ്യുകയും നമുക്ക് ഫാനൊക്കെ ഉണ്ടാകുകയും അപ്പോൾ അങ്ങനെ നമുക്ക് എല്ലാ ദിവസത്തെ സ്വപ്നത്തിനകത്തും ഈ ഒരു പുതിയ വിശ്വാസത്തോടു കൂടി ഒരു ഫെയ്ത്താക്കി മാറിക്കൊണ്ട് നമുക്ക് അപ്പോൾ അത് നിങ്ങൾക്കൊരു വലിയ ഒരു ഇൻഫിനിറ്റ് ആയിട്ടുള്ള ധൈര്യം നിങ്ങൾക്ക് തരും. അപ്പോൾ മറ്റുള്ളവരെ പോലെ നിങ്ങളാകാൻ ശ്രമിക്കുന്നതിന് പകരം മറ്റുള്ളവരെയൊക്കെ ഒരുപാട് ഫ്രണ്ടിൽ പോയി നിങ്ങളുടെ തനിമ, നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ പുറത്തു കൊണ്ടുവന്ന ആ ഒരു മാജിക്കിൽ അപ്പോൾ ആ സ്വപ്നം നിങ്ങളോട് പറയുന്നുണ്ട്, യു ആർ റിയൽ, നിങ്ങൾ ആരുടെയും കോപ്പിയല്ല, യു ആർ ഒറിജിനൽ. അപ്പോൾ നിങ്ങളുടെ ജേണി നിങ്ങളുടേതായിട്ടുള്ള ജേണിയാണ്. നിങ്ങളുടെ ജേണി നിങ്ങളുടെ മാസ്റ്റർ പീസാണ്. നിങ്ങൾക്ക് എന്താണ് ആകേണ്ടത്? നിങ്ങൾ ബില്യണറാണോ? നിങ്ങൾ എന്താണ് ആകുന്നത്? പക്ഷേ ഇതിനകത്തൊരു ഇത് ഇട്ട് കളയരുത്. തുടങ്ങിയാൽ നിങ്ങളൊരു 90 ദിവസമെങ്കിലും അത് നിർത്താതെ. അപ്പോൾ ഒരു കാര്യം പറയാം, അതിനകത്ത് നിങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. കാരണം എന്തായാലും നമ്മൾ ഉറങ്ങിയേ പറ്റുള്ളൂ. അപ്പോൾ ഉറങ്ങുന്ന സമയങ്ങളിലെല്ലാം നിങ്ങൾ സ്വപ്നത്തിലൂടെ നമ്മുടെ മൈൻഡിനെ പ്രോഗ്രാം ചെയ്യാനായിട്ട് വിവിധ ലെവലിലുള്ള മൈൻഡ് പ്രോഗ്രാമിംഗ് ഉണ്ട്. അതെല്ലാം നമ്മൾ അതിനകത്തോടെ വളരെ അഡ്വാൻസ്ഡ് ലെസൺസ് നമ്മൾ അതിനകത്തോടെ ചെയ്യുന്നുണ്ട്, വളരെ വളരെ അഡ്വാൻസ്ഡ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരു കമ്പാരിസന് പകരം അക്സെപ്റ്റൻസോട് കൂടി നമ്മളെ ഡയറക്റ്റ് ചെയ്യുകയാണ്. എന്തുകൊണ്ട് ഞാൻ എന്തുകൊണ്ടാണ് പിന്നിൽ?
ഞാൻ എന്തുകൊണ്ടാണ് മുന്നിൽ, അപ്പോൾ എനിക്ക് എന്തുകൊണ്ട് മുന്നേറിക്കൂടാ, എന്നിൽ എന്തൊക്കെ മറ്റുള്ളവർ കാണാത്ത കഴിവുകളുണ്ട്. അപ്പോൾ ഈ നിങ്ങളുടെ ആ സ്കില്ലുകൾ, നിങ്ങൾക്ക് ഓൾറെഡി ഇല്ലാത്ത സ്കില്ലുകൾ തന്നെ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാം. അത് നിങ്ങളുടെ ഡ്രീം നിങ്ങൾക്ക് ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ നിങ്ങൾക്ക് കമ്പാരിസൺ നിങ്ങളെ ഡ്രെയിൻ ചെയ്ത് കളയുന്നതിന് പകരം നിങ്ങളുടെ ഉപബോധ മനസ്സിൽ അതിശക്തമായ അക്സെപ്റ്റൻസ്, കോൺഫിഡൻസ്, റെക്കഗ്നേഷൻ ഇതൊക്കെ നിങ്ങൾക്കുണ്ടാകും. അപ്പോൾ നിങ്ങൾ വളരെ ഡിഫറൻ്റാണ്, യു ആർ പവർഫുൾ എന്നുള്ളൊരു തോന്നൽ, ഒരു അക്സെപ്റ്റൻസിൻ്റെ ഒരു ഫ്രീഡം, ഗ്രോത്ത് മാത്രമാണ് ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ റിയൽ ലൈഫിൽ കമ്പയർ ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് എപ്പോഴും ഒരു കാര്യം ചെയ്യാം, ഈ കമ്പാരിസണിലൂടെ നമുക്ക് പോകുന്നതിന് പകരം നമുക്ക് എപ്പോഴും ഒരു പുതിയ ലൈഫിലേക്ക്, ഇപ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് കാണാം, ഈ നിക് വിജാസുക്കിൻ്റെ ജനിച്ചപ്പോൾ തന്നെ കൈകളുമില്ല കാലുകളുമില്ല, പക്ഷെ അദ്ദേഹം ഇമ്പോസിബിൾ ലൈഫ് എന്ന് പറഞ്ഞ്, അപ്പോൾ അതുപോലെ തന്നെ അതിനെ ഈ പറഞ്ഞ കളിയാക്കുന്നവരെയൊക്കെ മോക്കറിയാക്കി മാറ്റിക്കൊണ്ട് അപ്പോൾ അദ്ദേഹം സ്വന്തമായിട്ട് ലൈഫ് കെട്ടിയുണ്ടാക്കുന്ന സംഭവമുണ്ട്. ഇതേപോലെ നിങ്ങൾക്കും ആരുടെ മുന്നേ നമുക്ക് ചെല്ലാനായിട്ട്, ഇപ്പം നമുക്ക് വളരെ ഹെവി ആയിട്ടുള്ള വിജയങ്ങൾ നമുക്ക് നേടാനായിട്ട്, അതുകൊണ്ട് തന്നെ അതൊരു വലിയ ആഘോഷമാക്കി മാറ്റാനായിട്ട് നിങ്ങൾക്ക് കഴിയും. അത് നിങ്ങൾ കഴിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു വലിയ വിജയത്തിലേക്ക് പോകാനായിട്ട് നിങ്ങൾക്ക് കഴിയട്ടെ. ഇത് നിങ്ങൾ മറ്റുള്ളവരെയും പഠിപ്പിച്ചു കൊടുക്കാനായിട്ട്, എത്രയും പെട്ടെന്ന് ഇത് പഠിച്ചെടുക്കാനായിട്ട് ഇതിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് നേരത്തെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരിൽ നിന്നെല്ലാം കാര്യങ്ങളൊക്കെ ഗ്രഹിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. നിങ്ങൾക്ക് കഴിയട്ടെ, വലിയ വിജയങ്ങൾ ഉണ്ടാക്കാൻ ഇത് കഴിയട്ടെ. ഓൾ ദി ബെസ്റ്റ്.